ദേശാഭിമാനി വരിക്കാരാകാൻ വിസമ്മതിച്ചതിന് കുടുംബശ്രീ പ്രവർത്തകരെ ഹോട്ടൽ നടത്തിപ്പിൽ നിന്നും ഒഴിവാക്കിയെന്ന് പരാതി. പത്തനംതിട്ട മലയാലപ്പുഴയിൽ DTPC കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ നടത്തിപ്പുകാരാണ് പരാതിക്കാർ. എന്നാൽ ആരോപണം DTPCയും CPM പ്രാദേശിക നേതൃത്വവും നിഷേധിച്ചു. ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന സംരംഭം ഇനിയില്ല. ഉള്ളതെല്ലാം കിട്ടിയ കാശിന് കൊടുത്ത് വനിതാ കൂട്ടായ്മ പടിയിറങ്ങി. 10 വർഷമായി നടത്തിവന്ന ഭക്ഷണശാല പുതിയ ആളുകൾക്ക് DTPC കരാർ നൽകി. ദേശാഭിമാനിയെടുക്കാൻ തയ്യാറാകാത്തതിനാൽ CPM പ്രാദേശിക നേതൃത്വം ഹോട്ടൽ പൂട്ടിച്ചെന്നാണ് ഇവർ പറയുന്നത്. നമ്മോട് പറഞ്ഞ മറുപടി കൊട്ടേഷൻ സ്ഥാപനം നഷ്ടത്തിലാണ് ഓടുന്നത്, അതായത് DTPCക്ക് നഷ്ടമാണ്, അതുകൊണ്ട് കൊട്ടേഷൻ കൊടുക്കണം, പിന്നെ ഓഡിറ്റ് ഒബ്ജക്ഷനും ഉണ്ടെന്ന് പറഞ്ഞു. രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞായിരുന്നു 5 പത്രം കൂടെ, നിലവിൽ ദേശാഭിമാനിയുടെ ഒരു പത്രം 10 വർഷത്തോളം എടുത്തുകൊണ്ടിരുന്ന നമ്മളോട് പറഞ്ഞു 5 പത്രം കൂടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്, പക്ഷേ ഇതിനകത്ത് ഇതൊന്നുമില്ല. എന്നിരുന്നാലും എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, മറ്റുള്ളവരോട് നിങ്ങൾ പത്രം എടുത്തേ പറ്റുമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു എന്നാ കൊട്ടേഷന് പോകട്ടെ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഫുള്ള് എന്റെ ഫോണിൽ കിടപ്പുണ്ട്. CPM അനുഭാവികളായ വനിതകളും കൂട്ടത്തിലുണ്ട്. വായ്പയെടുത്തു തുടങ്ങിയ സംരംഭമാണ് കൈവിട്ടുപോയത്. ഞാൻ LDFന്റെ ഒരു അനുഭാവി തന്നെയായിരുന്നു. എൻ്റെ വീട്ടിൽ അതിൽ ഈ പ്രാവശ്യം പ്രായമായ അമ്മയെ കൊണ്ട് ഞാൻ വോട്ട് ചെയ്യിച്ചവളായിരുന്നു. അടുത്തൊരു വരുമാനം ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും, അല്ലെ നമുക്ക് അതിനുള്ള ഒരു സ്ഥാപനമോ ഒരു കാര്യമോ നമുക്ക് കണ്ടെത്താനോ അത് ചെയ്ത് കൊണ്ടുപോകാനോ നമുക്ക് ഒരു ഇതും തന്നിട്ടില്ല. എന്നിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു പ്രയോജനമില്ലാത്ത സ്ഥാപനമാണ് അതും നമ്മുടെ ഈ ദേശം വിട്ടു പോയി ചെയ്യണമെന്നാണ് ഈ കുടുംബശ്രീ മിഷനും പറയുന്നത്. 10 വർഷമായി ഒരു കൂട്ടർ തന്നെ സംരംഭം നടത്തുന്നു. ഇത് വകുപ്പുതല ഓഡിറ്റിൽ പ്രശ്നമായി. നിയമപരമായി ടെൻഡർ വിളിച്ച് അർഹതയുള്ളവർക്ക് നൽകിയെന്നാണ് DTPCയുടെ വിശദീകരണം. സംരംഭ നടത്തിപ്പിന് DTPC കരാർ വിളിച്ചതിൽ തങ്ങൾക്ക് എന്തു ബന്ധമെന്നാണ് CPM പ്രാദേശിക നേതൃത്വം ചോദിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.